ആകാംക്ഷയോടെ കേരളം. സംസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതീക്ഷയോടെ മുന്നണികൾ. ബിജെപിയും തൃണമൂലും കടുത്ത പോരാട്ടം നടന്ന ബംഗാളിൽ വിജയം ആർക്കൊപ്പമെന്നറിയാനുള്ള കാത്തിരിപ്പിൽ രാജ്യം. എക്സിറ്റ് പോളിൽ പ്രതീക്ഷയർപ്പിച്ച് ബിജെപി. സംസ്ഥാനം കൈവിടില്ലെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തൃണമൂൽ. പശ്ചിമബംഗാളിൽ പരാതി ഉയർന്ന 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. പാചകവാതക വിലയിൽ പൊറുതിമുട്ടി ഹോട്ടലുകൾ. വില കൂട്ടിയതോടെ ചെറിയ ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിൽ. വില കുറയ്ക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന ഹോട്ടൽ ഉടമകളുടെ സംഘടനകൾ. ബുധനാഴ്ച കടയടച്ച് പ്രതിഷേധിക്കും. യൂറോപ്യൻ യൂണിയന് മേൽ അധിക തീരുവ ചുമത്താനുള്ള നീക്കവുമായി ഡൊണാൾഡ് ട്രംപ്. ട്രക്കുകളുടെയും കാറുകളുടെയും താരിഫ് 25% കൂട്ടും. തീരുമാനം യൂണിയൻ വ്യാപാര കരാർ പാലിക്കാത്തതുകൊണ്ടെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. താരിഫ് അടുത്ത ആഴ്ച മുതൽ പ്രാബല്യത്തിലാകും. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ ചാവക്കാട് ഇടിമിന്നലേറ്റ് ചുമരിടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്ക്. വേനൽ മഴ എത്തിയതോടെ ചൂടിനാശ്വാസം. വൈദ്യുതി ഉപഭോഗവും കുറഞ്ഞു. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റിന് തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ്. KL രാഹുലിനും പത്തും നിസംഗയ്ക്കും അർദ്ധ സെഞ്ചുറി. ഇന്ന് ചെന്നൈ മുംബൈ പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ.